ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്താണ് നമുക്ക് നാളെ ആഖിറത്തിൽ നമുക്ക് ലക്ഷ്യം. നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം എന്താണ്? സ്വർഗത്തിലെത്തുക എന്നുള്ളതാണ്. സ്വർഗമാണ് നമ്മുടെ തറവാട്. സ്വർഗത്തിൽ നിന്നാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നത്. ഇനി നമ്മൾ മടങ്ങേണ്ടത് സ്വർഗത്തിലേക്കാണ്. പ്രവാസികളായി വിദേശത്ത് ജോലി ചെയ്യുന്ന നമ്മുടെ നാട്ടുകാർ അവരവിടെ താമസിക്കുന്നവരല്ല, അവിടെ സിറ്റിസൺ ഉള്ളവരല്ല, അവരെല്ലാം നമ്മുടെ നാട്ടിലേക്ക് മടങ്ങേണ്ടവരാണ്. എന്ന് പറയുന്നത് പോലെ നമ്മളിപ്പോൾ ഒരു പ്രവാസികളാണ്. സ്വർഗത്തെ അപേക്ഷിച്ചിടത്തോളം നമുക്കിനി മടങ്ങി പോകേണ്ടത് സ്വർഗത്തിലേക്കാണ്. സ്വർഗത്തിലേക്കാണ് നമുക്കിനി മടങ്ങി പോകേണ്ടത്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പോലും സ്വർഗത്തിന്റെ അവസ്ഥകളെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞിട്ട് ഇബ്ലീസിനെ വഴിപ്പെടരുതെന്നാണ് പറഞ്ഞത്. എന്നിട്ട് സ്വർഗത്തെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബിയോട് പഠിപ്പിച്ചു കൊടുത്തു. സൂറത്ത് താഹയിൽ നമുക്ക് കാണാം, വഇദ ഖുൽനാ ലിൽ മലായികതി ഇസ്ജുദൂ ലി ആദം ഫസജദൂ ഇല്ലാ ഇബ്ലീസ് അബാ فقلنا يا آدم إن هذا عدو لك ولزوجك فلا يخرجنكما من الجنة فتشقى إن لك ألا تجوع فيها ولا تعرى وأنك لا تظمأ فيها ولا تضحى. അല്ലാഹു സുബ്ഹാനഹു വ തആല മാലാകമാരോട് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് സുജൂദ് ചെയ്യാൻ കൽപ്പിച്ചപ്പോ എല്ലാവരും സുജൂദ് ചെയ്തു. ഇല്ലാ ഇബ്ലീസ് അബാ, അവൻ ധിക്കാരിയായി, അവൻ അനുസരിച്ചില്ല, സുജൂദ് ചെയ്തില്ല. അപ്പൊ അള്ളാന്റെ കൽപ്പനയ്ക്ക് വിരോധിയായി സുജൂദ് ചെയ്യാതെ വന്നപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പേരിട്ട് ഇബ്ലീസ്. അവൻ ഇബ്ലീസാണ്. അപ്പൊ അള്ളാഹ്ക്ക് വേണ്ടി സുജൂദ് ചെയ്യാത്തവരൊക്കെ ആരാന്ന് മനസ്സിലായിക്കോട്ടോ. ഞാൻ പറയുന്നില്ല, നമ്മുടെ കൂട്ടത്തിൽ ഇരിക്കുന്നവരിൽ അള്ളാഹ് സുജൂദ് ചെയ്യാൻ പറഞ്ഞിട്ട് സുജൂദ് ചെയ്തില്ല എങ്കിൽ ആരുടെ കൂട്ടത്തിൽ പെടുമെന്നുള്ള കാര്യം നമ്മളൊന്ന് മനസ്സിലാക്കണം. അല്ലാഹു തആല പറഞ്ഞ വാക്കാണ്. സുജൂദ് ചെയ്യാൻ അള്ളാഹു കൽപ്പിച്ചപ്പോ സുജൂദ് ചെയ്യാത്തവൻ ഇബ്ലീസ് അബാ. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബിയോട് പറഞ്ഞു, ഫഖുൽനാ യാ ആദം ഇന്ന ഹാദാ അദുവ്വുൻ ലക വലിസൗജിക فلا يخرجنكما من الجنة. നാം ആദമിനോട് പറഞ്ഞു, ആദമേ, ഈ പിശാച് നിന്റെയും നിന്റെ ഭാര്യയുടെയും ശത്രുവാൻ. അവർ രണ്ടുപേരും ഈ അനശ്വരമായ സ്വർഗീയ ആരാമത്തിൽ നിന്ന് നിന്നെ പുറത്താക്കാതിരിക്കട്ടെ. അല്ലാഹു തആല ആദം നബിക്ക് താക്കീത് നൽകിയാണ്. ഇബ്ലീസിനെ നീ വഴിപ്പെട്ടു പോയാൽ നീ സ്വർഗത്തിൽ നിന്ന് പുറത്തേക്ക് പോകേണ്ടി വരും. അതുകൊണ്ട് ഇബ്ലീസിനെ വഴിപ്പെടരുത് കേട്ടോ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബിയോട് കൽപ്പിച്ചു, നീയും നിന്റെ ഭാര്യയെ സൂക്ഷിക്കണം. അങ്ങനെ നീ സ്വർഗത്തിൽ നിന്ന് പുറത്തേക്ക് പോകേണ്ട ഒരു അവസ്ഥ വന്നാലോ ഫതഷ്ഖാ, എല്ലാം നശിച്ചു, തീർന്നു, തകർന്നു, എല്ലാം നിനക്ക് നഷ്ടപ്പെട്ടതായി, നീ നിർഭാഗ്യവാനായി പോയി. കാരണം എന്താ? وَإِنَّ لَكَ أَلَّا تَجُوعَ فِيهَا وَلَا تَعْرَى وَأَنَّكَ لَا تَظْمَأُ فِيهَا وَلَا تَضْحَى. സ്വർഗത്തിന്റെ പദവിയെക്കുറിച്ച്, അവിടുത്തെ പവിത്രതയെക്കുറിച്ച്, അവിടുത്തെ സവിശേഷതകളെ കുറിച്ച് പടച്ച തമ്പുരാൻ പറയുകയാണ്, നീ സ്വർഗത്തിലായിരുന്നാൽ ആദമേ അല്ലാ തജുഅ ഫീഹാ, ഈ സ്വർഗത്തിൽ നിനക്ക് വിശപ്പനുഭവിക്കേണ്ടി വരികയില്ല ആദമേ. വലാ തഅറാ, ഈ സ്വർഗത്തിൽ വിവസ്ത്രനാകേണ്ടി വരില്ല ആദമേ. വഅന്നക ലാ തൗമഉ ഫീഹാ, ഈ സ്വർഗത്തിൽ ദാഹമെന്ന് പറയുന്ന ഒരു കാര്യമില്ല ആദമേ. വലാ തൽഹാ, വെയിൽ അനുഭവിക്കേണ്ടതില്ല, ചൂടനുഭവപ്പെടുകയില്ല. എല്ലാം കൊണ്ടും ഐശ്വര്യ സമ്പൂർണമായ ഒരു സങ്കേതമാണ് സ്വർഗലോകമെന്ന് ആദമിനോട് അല്ലാഹു കൽപ്പിക്കുകയാണ്. അതുകൊണ്ട് ഫലാ യുഖ്രിജന്നകുമാ മിനൽ ജന്ന, പിശാചിനെ വഴിപ്പെട്ടിട്ട് സ്വർഗത്തിൽ നിന്ന് പുറത്തു പോകാൻ വേണ്ടി നീ പരിശ്രമിക്കല്ലേ. എല്ലാ സുഖങ്ങളുമാണ് നമുക്ക് അല്ലാഹു തആല സ്വർഗത്തിൽ നൽകുന്നത്. നമ്മൾ ഈ അനുഭവിക്കുന്ന ചൂടൊന്നും അവിടെ ഇല്ല. അതുകൊണ്ട് ഖുർആനിൽ അവിടെ നിനക്ക് വെയില് കൊള്ളേണ്ട ഒരു കാര്യമേ ഇല്ല. വെയിലില്ല, ചൂടില്ല, അധികമായ തണുപ്പില്ല, നല്ല കാലാവസ്ഥ. അതുകൊണ്ട് ആ സ്വർഗത്തിൽ നമ്മൾ എത്തിപ്പെടണം.
രണ്ട് കാലും സ്വർഗത്തിലേക്ക് എടുത്തു വെച്ചെങ്കിൽ മാത്രമേ ഞാൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ. രണ്ട് കാലും എടുത്ത് വെക്കണം. അതുകൊണ്ട് ഏത് അമലിന്റെ പേരിലാണ് സ്വർഗത്തിലെത്താൻ നമുക്കറിയില്ല. ചെറിയ ചെറിയ അമലുകളുടെ പേരിൽ ഒരുപക്ഷെ സ്വർഗത്തിലെത്തിയേക്കാം. ചെറിയ അമലിന്റെ പേരിൽ സ്വർഗത്തിലെത്തിയേക്കാം, നമുക്കറിയില്ല. ഒരിക്കൽ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുബഹി നമസ്കാരം കഴിഞ്ഞ് മദീന പള്ളിയുടെ ഉമ്മറപ്പടിയിൽ ഇരുന്നു കൊണ്ട് ബിലാലിനെ വിളിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഹദ്ദിസ്നി യാ ബിലാൽ, ഹദ്ദിസ്നി യാ ബിലാൽ ബിഅർജാ അമലിൻ അമിൽതഹു ഫിൽ ഇസ്ലാം. ബിലാലെ, ഇസ്ലാമിൽ നീ പ്രവർത്തിച്ച നിന്റെ പ്രവൃത്തിയെ കുറിച്ച് നീ എനിക്കൊന്ന് അറിയിച്ചു തരുമോ? ഫഇന്നി സമിഅതു ദഫ്ഫൻ അലൈക ബൈന യദയ്യ ഫിൽ ജന്ന. ഞാൻ നിന്റെ പാദത്തിന്റെ ശബ്ദം, നിന്റെ ചെരുപ്പിന്റെ വാറിന്റെ ശബ്ദം, എന്റെ മുന്നിൽ എന്നോടൊപ്പം നീ സ്വർഗത്തിൽ സഹവസിക്കുന്ന ശബ്ദം ഞാനത് കേട്ടു ബിലാലെ, ഞാനത് മനസ്സിലാക്കി ബിലാലെ. അതുകൊണ്ട് എന്നോടൊപ്പം സ്വർഗത്തിൽ സഹവസിക്കാനുള്ള കർമ്മം എന്താണ് ബിലാലെ നീ പ്രവർത്തിച്ചത്? ഹദ്ദിസ്നി യാ ബിലാൽ, ഒന്ന് പറഞ്ഞതാ ബിലാലെ. ഞാൻ സ്വർഗത്തിൽ നിന്റെ കാലിന്റെ ചുവട്ടടിയുടെ ശബ്ദം ഞാൻ കേട്ടു, നിന്റെ പാദം സ്വർഗത്തിൽ ചലിക്കുന്നത് ഞാൻ കേട്ടു, അത് എന്നോടൊപ്പം ബൈന യദയ്യ, എന്റെ മുന്നില്. ഇത്രത്തോളം എന്നോടൊപ്പം സ്വർഗത്തിൽ സഹവസിക്കണമെങ്കിൽ നിന്റെ കർമ്മം വല്ലാത്ത കർമ്മമായിരിക്കുമല്ലോ. ഹദ്ദിസ്നി, ഒന്ന് പറഞ്ഞതാ, ഒന്ന് പറഞ്ഞതാ. ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു തആല എന്ന് പറഞ്ഞു, നബിയേ, എനിക്ക് ആ പറയപ്പെട്ടതുപോലുള്ള അമലുകളൊന്നുമില്ല. മാ അമിൽതു അമലൻ, എനിക്കങ്ങനത്തെ പ്രവൃത്തിയൊന്നുമില്ല. ഇല്ലാ അന്നീ ലമ്മ തതഹറ തഹൂറാ, പക്ഷേ ഞാൻ എപ്പോൾ ഒളിവെടുത്താലും എപ്പോൾ അംഗശുദ്ധി വരുത്തിയാലും ഇല്ലാ സല്ലൈതു റകഅതൈൻ ബിദാലിക തുഹൂർ. ഒളിവെടുത്തു കഴിഞ്ഞാൽ 2 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കാതെ ഒരു സമയവുമില്ല. ഏത് സമയത്തും ഞാൻ ഒളിവിലായിരിക്കും പ്രവാചകരെ. എപ്പോഴും ഞാൻ നടന്നാലും എനിക്കെപ്പോൾ അശുദ്ധി വന്നാലും ആ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകാതെ ഞാൻ നടക്കുകയോ വിശ്രമിക്കുകയോ ചെയ്യുകയില്ല. അങ്ങനെ ഒളിവെടുത്തു കഴിഞ്ഞാൽ ആ ഒളിവിന്റെ പേരിൽ 2 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കും. ഈ കർമ്മമല്ലാതെ എന്റെ കയ്യിൽ മറ്റൊരു കർമ്മവുമില്ല യാ റസൂലല്ലാഹ്. ഒരൊറ്റ കർമ്മേ ഉള്ളൂ, എപ്പോ ഒളിവെടുത്താലും 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കും. ആ കാരണത്താൽ നബിയുനാ റസൂലുള്ളാഹി തങ്ങളോടൊപ്പം സ്വർഗത്തില്. വലിയ ഭാഗ്യം നമുക്ക് കിട്ടും.